സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അപ്പോൾ മുസ്ലിം നാമധാരികളായി രണ്ട് പുതിയ മൃഗങ്ങൾ രംഗപ്രവേശം ചെയ്തിരിക്കുകയാണ്. അവർ രണ്ട് ചാനൽ മുഖാന്തരം കാണാനിടയായി. ഒന്ന് വാലി ഓഫ് നോളജ്, അതാരാണ്? CH മുസ്തഫ മൗലവി. അവനെ കാണുമ്പോൾ അറിയാം അവൻ ചെറ്റയാണെന്ന്. അവനങ്ങോട്ട് ഖുർആനൊക്കെ ഓതി അതിൻ്റെ അർത്ഥം പറയണം. അവൻ്റെ ഇഷ്ടം അനുസരിച്ച് അങ്ങ് അർത്ഥം പറയണം. നോമ്പെടുക്കുന്നവർക്ക് എടുത്താൽ മതി, നിർബന്ധമില്ല, ഇന്ന ദിവസം എടുക്കണ്ട. സൂറത്തുൽ ബഖറയിലൊക്കെ ഉണ്ട്, കാര്യങ്ങളുണ്ട്. പക്ഷേ അത് നിർബന്ധമുള്ള എടുക്കുന്നതിന് നിനക്കെന്താണ് കുഴപ്പം? എന്തായാലും റമദാനല്ല മാസത്തിലെ നോമ്പ് എന്ന് പറയുന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. അത് അവൻ രോഗിയാണെങ്കിലോ അല്ലെങ്കിൽ യാത്രയിലാണെങ്കിലോ പിന്നീട് എടുത്ത് വീടണമെന്നാണ്. പിന്നെ അവൻ അതിന് വേറെ കൊടുക്കുന്നുണ്ട്, വേറെ അത് ഖുർആനിൽ പറയുന്നത് തന്നെയാണ്. ഒരാളിന് വിശന്നു വലഞ്ഞ ഒരാളിന് ഒരു ദിവസത്തെ ആഹാരം കൊടുത്താൽ അത് വീട്ടാം. അപ്പൊ അങ്ങനെ വീട്ടി പിന്നെ അതായത് ഇസ്ലാമിന്റെ നിയമങ്ങളെ എങ്ങനെ ഒഴിവാക്കി കിട്ടാം. അപ്പൊ ഇതൊരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള നമ്മുടെ നിയമങ്ങൾ, നോമ്പ് എടുക്കുക എന്നുള്ളത് ഇപ്പൊ ആധുനിക ശാസ്ത്രം തന്നെ പറയുന്നു നോമ്പെടുക്കുന്നത് നല്ലതാണ്. അപ്പൊ ഒരു വർഷത്തിൽ ഒരു മാസത്തെ നോമ്പ്. അപ്പൊ ഇതിനെല്ലാം ഇവനെല്ലാം ന്യായങ്ങളുണ്ട്, പുതിയ പുതിയ അർത്ഥങ്ങളുമായിട്ട് വന്നിരിക്കുകയാണ്. എനിക്ക് പറയാനുള്ളത്, എടാ CH മുസ്തഫ മൗലവി, നിന്നെപ്പോലുള്ള ഒരുപാട് ചെറ്റകള് മുസ്ലിം പേര് നാമധാരികളായിട്ട് വന്നിട്ടുണ്ട്. പണ്ടൊരു ചേകന്നൂർ മൗലവി ഉണ്ടായിരുന്നു. അവന്റെ അവസ്ഥ അറിയാനല്ല, അവനിന്ന് എവിടെയാണ്? ആരെങ്കിലും കണ്ടാ കേട്ടാ അറിഞ്ഞ. അപ്പൊ നീ എന്ന് പറയുന്നത്, നിന്റെ സംസാരം കേട്ടാ തോന്നും ഓ നീ വലിയ ഇസ്ലാമിക പണ്ഡിതനാണ്, നിനക്ക് എല്ലാം തികഞ്ഞ് നീ എല്ലാം അറിയുന്നവനാണ്. എടാ, നീ ആദ്യം മനസ്സിലാക്കാനുള്ളത്, നീ തലമുടിയൊക്കെ നീട്ടി വളർത്തി ഒരു താടിയും വെച്ച് നീ അരച്ച് മുസ്ലിം ആവൂല. കാരണം താടി വെച്ചവരും പിന്നെ തലമുടി വളർത്തിയവരും തലയിൽ തൊപ്പി വെച്ചതും യഹൂദന്മാർ ഒരുപാടുണ്ട്. അപ്പൊ ഈ മുനാഫിക്കീങ്ങളെ കൂട്ടത്തില് നിന്നെയും വേറൊരു തെണ്ടി, അവൻ ജബ്ബാർ എന്ന് പറയുന്നതിന്റെ അർത്ഥം നീ മനസ്സിലാക്കടാ പട്ടി. അവൻ പട്ടി, അതായത് മൃഗങ്ങളെക്കാൾ കഷ്ടമാണ് യവന്മാർ രണ്ടുപേര്. യവന്മാർ ഇല്ലാത്ത ന്യായങ്ങൾ. കാര്യം ഖുർആന്റെ അർത്ഥം അങ്ങ് പറയുമ്പോഴത്തേക്ക് സംഗതി ശരിയാണ്, ഇവൻ പറയുന്നത് ശരിയാണല്ലോ, അപ്പൊ അങ്ങനെ പാടില്ലല്ലോ എന്ന് ചോദിക്കും. അപ്പൊ അവൻ പറയുന്ന ഖുർആനിൽ 100 സ്ഥലങ്ങളിൽ തെറ്റുണ്ടെന്നാണ്. ഖുർആൻ ഉണ്ടാക്കിയ യവനാ? അതേ യമന്റെ തന്തയാ ഉണ്ടാക്കിയത്? ഖുർആൻ എന്ന് പറയുന്നത് അള്ളാഹു ആണ് ജിബ്രീൽ അലൈഹിസ്സലാം മുഖാന്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കൊടുത്തതാണ് ഖുർആൻ. അങ്ങനെ ഖുർആൻ മാത്രമല്ല, വേറെയും 3 ഗ്രന്ഥങ്ങൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ മാറ്റി മറിക്കപ്പെട്ടു പോയി. അപ്പൊ അതിലുള്ള തെറ്റുകളും കുറ്റങ്ങളും നീ കണ്ടുപിടിക്കുക. അതല്ലെങ്കിൽ ഭഗവത്ഗീതയില ബൈബിളില ഉള്ള തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ നീ കണ്ടുപിടിക്കുക. നീ ഇസ്ലാമിനെ ചൊരയ്ക്കാനായിട്ട് ഇസ്ലാമിനെ ഷേവ് ചെയ്യാൻ വരണ്ട. നിന്നെയൊക്കെ എന്ന് പറഞ്ഞാൽ പന്നി അടിക്കുന്ന വാളിനാണ് നിന്നെയൊക്കെ വെട്ടാനുള്ളത്. നീയൊക്കെ മഹാവൃത്തിയുടെ ചെറ്റകളാണ്. നീ അതായത് സമുദായത്തിനെ പറയിക്കാൻ ഒരു പേര്, മുസ്ലിം പേരിട്ടെന്ന് വിചാരിച്ചാൽ നീ മുസ്ലിം ആവില്ല. നീ മുസ്ലിം അല്ല. നീ തന്നെ പറയുന്നുണ്ടല്ലോ. അങ്ങനെയുള്ള അള്ളാഹുവിനെ എന്തിനാണ്? അതായത് അറബി ഭാഷ പഠിക്കണം, അറബി ഭാഷ പഠിച്ചിട്ടാണ് ഖുർആൻ പഠിക്കാനുള്ളത്. പിന്നെ എല്ലാ ഭാഷകളിലും അറബി ഭാഷ ഉണ്ടാക്കണം. ഖുർആൻ എല്ലാ ഭാഷകളിലും ഉണ്ടാക്കണം. ഇന്നുണ്ടല്ലോ എല്ലാ ഭാഷകളിലും അതിന്റെ അർത്ഥമുണ്ട്. ഖുർആനെ എങ്ങനെയാണ് പിന്നെ അല്ലാത്ത ഭാഷയിലാക്കുന്നത്? അതിന്റെ അർത്ഥം പഠിച്ചാൽ പോരെ? അങ്ങനെ പഠിക്കണം. അതായത് യൂണിഫോമിറ്റി, ഒരു ഏകത്വം എന്ന് പറയുന്ന ഏകത്വ രീതിയിലുള്ള ഒരു ആരാധനാക്രമം ലോകത്ത് മുസ്ലിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ, വേറെ ഒരു സമുദായങ്ങൾക്കും ഇല്ല. അതായത് ക്രിസ്ത്യാനികളുണ്ട്, ഹിന്ദുക്കളുണ്ട്, പിന്നെ ബുദ്ധമതക്കാരുണ്ട്, ജൈനമതക്കാരുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്. എല്ലാ മതക്കാർക്കും ഓരോ പ്രദേശത്തും ഓരോ രീതിയിലാണ് അവർ പ്രാർത്ഥിക്കുന്നത്. പക്ഷേ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. മുസ്ലിമിന്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് അറബി തന്നെയാണ്. അറബിൽ തന്നെ പ്രാർത്ഥിക്കണം. പിന്നെ ബാക്കിയുള്ള നിർബന്ധ പ്രാർത്ഥനകളെല്ലാം അറബിൽ തന്നെ പ്രാർത്ഥിക്കണം. അത് കഴിഞ്ഞുള്ളത് നമുക്ക് മലയാളത്തിൽ ദൈവത്തിനോട് പടച്ചവനടുത്ത് ദുആ ചെയ്യാമല്ലോ, നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ മറ്റൊന്നുണ്ട് മറിച്ചുകൊണ്ട്. നമസ്കാരം എന്ന് പറയുന്നത് അറബിലേക്കുള്ള, അത് മലയാളത്തിലേക്കില്ല. അപ്പോ ഇതാണ് കാര്യം. അത് അവന് സഹിക്കുന്നില്ല. അവൻ പറയുന്നത് എല്ലാ ഭാഷകളിലും വേണമെന്നാണ്. അങ്ങനെയുള്ള അള്ളാഹു പിന്നെ എന്തിനാണ് അള്ളാഹു കഴിവ്? എടാ തെണ്ടി, നീ ആദ്യം
തന്തയ്ക്ക് പിറക്ക്. അതായത് തന്തയ്ക്ക് നീ ഈ ഒരു താടി വെച്ചെന്ന് വിചാരിച്ച നീ മുസ്ലിം ആവില്ല. നീ അള്ളാഹ് എന്ന് പറഞ്ഞാൽ നീ മുസ്ലിം ആവില്ല. കാരണം യഹൂദന്മാരൊക്കെ അള്ളാഹ് എന്ന് പറയുമല്ലോ. അറബ് രാജ്യങ്ങളിലുള്ള ക്രിസ്ത്യാനികളും യഹൂദന്മാരും ഒക്കെ അള്ളാഹ് എന്ന് തന്നെ പറയുന്നത്. പടച്ചതമ്പുരാൻ ആരാണ്, നിന്റെ രക്ഷിതാവ് ആരാണെന്ന് ചോദിച്ചാൽ അള്ളാഹ് എന്ന് പറയും അവര്. പക്ഷെ അവര് വിശ്വസിക്കുന്ന അള്ളാഹ് എന്ന് പറയുന്നത് വേറെ തരത്തുകാരാണ്. ഇപ്പൊ ഒരു ക്രിസ്ത്യാനി പറയും യഹോവയാണെന്ന് പറയും, അള്ളാഹ് എന്ന് പറഞ്ഞത് യഹോവയാണെന്ന് പറയും, അല്ലെങ്കിൽ യേശു തന്നെയാണ് അള്ളാഹ് എന്ന് പറയും, അല്ലെങ്കിൽ പിന്നെ മറിയമിന്റെ പുത്രൻ പിന്നെ അള്ളാഹുവിന്റെ പുത്രനാണെന്ന് പറയും. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ അവരുടെ വിശ്വാസമൊക്കെ പിന്നെ ലഹ്ബത്താണ്, അതായത് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതാണ്. നമ്മള് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒറ്റ ഇതാണ്. അത് ഈസ, അതായത് ജീസസ് ആയിരുന്നാലും ശരി, മോസസ് ആയിരുന്നാലും ശരി, ഏത് പ്രവാചകന്മാരും മുസ്ലിങ്ങളായിരുന്നു, ഇസ്ലാം മതവിശ്വാസികളായിരുന്നു. ആദ്യം മനസ്സിലാക്കാനുള്ളതെന്ന് പറയുന്നത്, ഇസ്ലാം എന്ന് പറയുന്നത് സമാധാനത്തിന് വന്നു. ഇവിടെ ഇപ്പൊ ആളുകൾ അതും ഇതും പറഞ്ഞ് ഇസ്ലാമിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഖുർആനിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഖുർആനിൽ അങ്ങനെ കൊല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യുദ്ധത്തിന് വരുന്നവരാണ്. ഒരു യുദ്ധ മുന്നണിയിൽ എന്താണ് ചെയ്യുന്നത്? അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യണം ചെയ്യുന്നത്. അപ്പൊ കൊല്ലണമെന്നാണ് പറയുന്നത്. അല്ലാതെ യുദ്ധമല്ലാത്ത സമയത്ത് ഇപ്പൊ നിങ്ങളെ ഒരാള് യുദ്ധത്തിൽ, ഇപ്പൊ പാകിസ്ഥാൻ ഇന്ത്യയായിട്ട് യുദ്ധം ചെയ്ത് എന്താണ് അവിടെ സമാധാനം ഉണ്ടാവും? സമാധാനം വേറെ രാഷ്ട്ര നേതാക്കന്മാർ തമ്മിൽ ഉണ്ടാകും, അതിനുശേഷം യുദ്ധം നിൽക്കും. പക്ഷെ യുദ്ധമുന്നണിയിലാവുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുന്നതാണ്. അത് ലോക ചരിത്രം എടുത്താൽ അങ്ങനെ തന്നെയാണ്. അത് തന്നെയാണ് ഖുർആനിൽ പറഞ്ഞത്. നിങ്ങളടുത്ത് യുദ്ധത്തിന് വരുന്നു, നിങ്ങളടുത്ത് അവർ യുദ്ധമായിട്ട് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവനെ കൊല്ലണം. പിന്നെ അല്ലാതെ എങ്ങനെയാണ് യുദ്ധമുന്നണിയിൽ വേറെ ഏതെങ്കിലും ചെയ്യാമോ? അങ്ങനെ തന്നെ പണ്ട് വാളുകൊണ്ടാണല്ലോ കൊല്ലുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിഭരിക്കും, ആരെങ്കിലും ഒരാൾ മരിക്കും. അപ്പൊ അങ്ങനെ തന്നെയാണ് യുദ്ധം. അല്ലാതെ ഈ സാധാരണക്കാരനെ കൊല്ലാൻ എവിടെയും പറഞ്ഞിട്ടില്ല, ഒരു ജാതിക്കാരനെ കൊല്ലാനും പറഞ്ഞിട്ട്. യഹൂദനാവട്ടെ, ക്രിസ്ത്യാനിയാവട്ടെ, ബുദ്ധമതക്കാരനാവട്ടെ, ജൈനമതക്കാരനാവട്ടെ, ഇനി അല്ലാതെ ഏതെങ്കിലും ഒരു സമുദായക്കാരൻ, ലോകത്തുള്ള ഏത് മതത്തിലുള്ളവർ, സിഖുകാരനാവട്ടെ, ആരാവട്ടെ, അവരവർക്ക് അവരുടേതായ മതം. നിനക്ക് നിന്റെ മതം, എനിക്ക് എൻ്റെ മതം. അതാണ് ലക്കും ദീനക്കും വലിയതി, അത്ര തന്നെ. പിന്നെ അതിലുള്ള ബാക്കി കാര്യങ്ങളൊക്കെ പടച്ചതമ്പുരാൻ തീരുമാനിച്ചോളൂ. എന്നെയും നിങ്ങളെയും എല്ലാ സമുദായക്കാർക്കും അത് പിന്നെ യൗമുൽ ഹസാബ്, നമ്മുടെ കണക്ക് നോക്കുന്ന ദിവസമുണ്ട്, അന്ന് തീരുമാനിക്കപ്പെടും. അല്ല നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിച്ചാവാനായിട്ട് പോകണ്ട. യുദ്ധത്തിന് വന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടുക, അത് തന്നെ. അല്ലെങ്കിൽ പിന്നെ സമാധാനമായിട്ട് ജനങ്ങൾ തമ്മിൽ സമാധാനമായിട്ട് സൗഹൃദത്തിൽ ഒരു നാട്ടില്, ഒരു ജില്ലയില്, ഒരു രാജ്യത്ത് സമാധാനമായിട്ട് തന്നെയാണ് ജീവിക്കേണ്ടത്. പരസ്പരം സഹായം ചെയ്തും സൗഹൃദത്തിലും കഴിയണം. അത് തന്നെയാണ് ഇസ്ലാമിന്റെ വിധി. അതുകൊണ്ടാണ് സമാധാനത്തിന്റെ മതം എന്ന് പറയുന്നത്. അല്ലാതെ ആരെയും കൊല്ലാൻ പറഞ്ഞിട്ടില്ല. ഓക്കെ, അത് ആദ്യം നമ്മൾ മനസ്സിലാക്കുക. പിന്നെ യൗമാരെന്ന് പറയുന്ന കുത്തിത്തിരിപ്പുകാരാണ്. ജനങ്ങളുടെ ഇടയിൽ എങ്ങനെ വിദ്വേഷം ഉണ്ടാക്കാൻ നോക്കൂ, ആ മതത്തിനെ എങ്ങനെ താറടിച്ചാകും? ഒരു മതത്തിനെ ആരും താറടിച്ച് കാണിക്കേണ്ട, ആരും അതിനുവേണ്ടി ശ്രമിക്കേണ്ട, ഒരു മതത്തിനെ ആക്ഷേപിക്കേണ്ട. അവർക്ക് അവരുടെ മതം, നമുക്ക് നമ്മുടെ മതം. അതാണ് അതിന്റെ ശരി. അപ്പോൾ ഒരു രാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ആ രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് നമ്മൾ ജീവിക്കുക. ആ രാജ്യത്തിന് പോലെ ഒരു ഭരണഘടന ഉണ്ടാവും. ഭരണഘടനയിൽ ഓരോ പൗരനും അവൻ്റെതായ ഉറപ്പുകൾ പിന്നെ ഉണ്ടാവും. അതിനനുസരിച്ച് നമ്മൾ ജീവിക്കുക. അതല്ല നമുക്ക് ആ രാജ്യത്ത് ജീവിക്കാൻ പാടില്ലെങ്കിൽ നമ്മൾ ഹിജറ പോകുക, നമ്മുടെ രാജ്യം വിട്ടുപോവുക. അതാണ് ഇസ്ലാമിന്റെ നിയമം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പരസ്യമായിട്ട് പറഞ്ഞുകൊണ്ട് യുദ്ധത്തിന് ഇറങ്ങും, രണ്ടും നടക്കും. അപ്പോൾ ഇസ്ലാമിന്റെ നിയമം എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ നമ്മുടെ നിയമങ്ങൾ മാറ്റാൻ, ഇസ്ലാമിന്റെ നിയമങ്ങൾ മാറ്റാൻ ലോകത്ത് ഒരു ശക്തിക്കും ഒരു മനുഷ്യനും സാധ്യമല്ല. ആ നിയമം സർവശക്തന്റെ നിയമം, അള്ളാഹുവിന്റെ നിയമങ്ങളാണ്. അത് മാറ്റാൻ മനുഷ്യന് അധികാരമില്ല. പിന്നെ ഇപ്പൊ ഈ ചലയ്ക്കുന്ന രണ്ട് തണ്ടികൾ, യൗമാർ രണ്ടുപേരും എന്ന് പറയുന്നത് ഇസ്ലാമിന് പേര് മുസ്ലിമായി നിന്നുകൊണ്ട് ഇസ്ലാമിനെ വിമർശിക്കുക. ഖുർആൻ ക്ലാസ്, ഇവൻ ആര് ഖുർആൻ ക്ലാസ് എടുക്കാൻ? ഖുർആന്റെ അർത്ഥം പറയാൻ ഇവൻ ആരാണ്? ഈ ജബ്ബാർ, എ ജബ്ബാർ. എന്തായാലും ശരി, ബിയും ഒക്കെ പോട്ടെ, അവൻ എന്തായില്ലാത്തവനാണ്. അപ്പൊ പിന്നെ അതിന്റെ പറയേണ്ട കാര്യം, ജബ്ബാറിന് എന്താണ് കാര്യം? ജബ്ബാർ അടങ്ങി ഒതുങ്ങി നിനക്ക് ഇസ്ലാമിനെ വിമർശിക്കാം, പക്ഷെ അള്ളാഹുവിനെയും നബിമാരെയും ഖുർആനെയും ആക്ഷേപിക്കാനുള്ള ലൈസൻസ് നിനക്കാരും തന്നിട്ടില്ല. നിനക്ക് വേണമെങ്കിൽ ബാക്കിയുള്ള മതങ്ങളെ നീ പോയി പിന്നെ അവരെയും നിനക്ക് വേണമെങ്കിൽ സഭ്യമായ രീതിയിൽ, സൗമ്യമായ രീതിയിൽ അതിലങ്ങനെയുണ്ട്, ഇതിൽ അല്ല. ഖുർആനെ മാത്രം വിമർശിക്കാനും ഇസ്ലാമിനെ മാത്രം വിമർശിക്കാനും നിനക്കാരും ലൈസൻസ് തന്നിട്ടില്ല. നീ അത് മനസ്സിലാക്കുന്നതല്ല. നിന്റെ മുഖം തന്നെ പന്നിയുടെ മോന്തയാണ്, മനുഷ്യന്റെ മോന്തയല്ല. നീ ആ കണ്ണാടി വല്ലപ്പോഴും കൂടി നോക്കണം. അല്ലെങ്കിൽ നിനക്ക് തള്ളേ അല്ലെങ്കിൽ നിന്നെ ഭാര്യ മക്കളുണ്ടെങ്കിൽ ചോദിക്കണം, എൻ്റെ മോന്ത ആരെ പോലെ ഇരിക്കുകയാണ് എന്ന് ചോദിച്ചു നോക്കണം. അപ്പൊ അവർ പറയും പന്നിയുടെ മോന്തയാണെന്ന് പറയും. അപ്പോൾ നീ ഈ പന്നിയുടെ മോന്തയെ കൊണ്ട് കടന്ന് ഇസ്ലാമിനെ വിമർശിക്കാനും ഇസ്ലാമിനെ ആക്കാനായിട്ട് വരരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അത്
ജബ്ബാറിൻ്റെ അടുത്ത്. രണ്ടാമത്തതെന്ന് പറയുന്നത് അവൻ മുസ്തഫ മൗലവിയാണ്. നീ എവിടത്തെ മൗലവിയാണ്ടാ തെണ്ടി? നീ എവിടത്തെ മൗലവിയാണ്? നീ ഇസ്ലാമിന് നീ സർവ്വലോക വിജ്ഞാനം നേടി വന്നവനാ. എടാ, നീ എന്ന് പറയുന്ന അറബ് ഭാഷ പഠിച്ചതാണ്. അറബ് ഭാഷ എന്ന് പറയുന്നത് അവരുടെ മാതൃഭാഷയായ രാജ്യങ്ങൾ ഒരുപാടുണ്ട്. ഇസ്ലാമിക പണ്ഡിതന്മാർ ലോകത്ത് ആവശ്യം പോലെയുണ്ട്. ഈ അറബ് രാജ്യത്ത് തന്നെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്നത്. അതായത് ഞങ്ങളുടെ നബി ജനിക്കുന്നത്. ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലുള്ള മാനവരാശിക്ക് മൊത്തം പ്രതിനിധിയായിട്ടാണ് മുഹമ്മദ് നബി ഉള്ളത്. ബാക്കിയുള്ള നബിമാരെല്ലാം പ്രവാചകന്മാരെല്ലാം വന്നെന്ന് പറഞ്ഞ ഓരോരോ സമുദായങ്ങൾ, ഓരോരോ വിഭാഗങ്ങളുടെ ഇടയിലാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ മാനവരാശിക്ക് മൊത്തത്തിലാണ്. ഈ ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥവും മാനവരാശിക്കാണ്. ഖുർആനെ പറ്റി നമ്മൾ പറയുമ്പോൾ ആ ഖുർആൻ എന്താണ്? അതൊരു ശാസ്ത്ര ഗ്രന്ഥമാണ്. അത് മാനവരാശിക്കുള്ളതാണ്. ഇവിടെയുള്ള അതായത് ഭൂമിയും ആകാശവും അതിനിടയിലുള്ള ജീവജാലങ്ങളും മനുഷ്യരും ജിന്നുകളും എല്ലാം എങ്ങനെ ഉണ്ടായി എന്ന് ഏതെങ്കിലും ഒരു വേദഗ്രന്ഥം എടുത്തു കൊണ്ടുവന്ന് സമർത്ഥിക്കാനൊക്കെ? നിങ്ങൾ ഖുർആൻ എടുത്തുകൊണ്ട് വരെ അതിലെല്ലാം ഉണ്ട്. ലോകം എങ്ങനെ ഉണ്ടായി, ലോകത്തിന്റെ ഉൽപ്പത്തി എങ്ങനെ, മനുഷ്യൻ എങ്ങനെ ഉണ്ടായി, ജീവജാലങ്ങൾ എങ്ങനെ ഉണ്ടായി, ഈ വെള്ളവും ഭൂമിയും ആകാശവും അതുമെല്ലാം എങ്ങനെ ഉണ്ടാക്കിയെടുത്തു, അതിനെ എങ്ങനെ നിലനിർത്തിക്കൊണ്ടു പോകുന്നു, അതിൻ്റെ അവസാനം എന്താണ്? ശാസ്ത്രം എന്ന് പറയുന്നു ഈ ഭൂമിക്കും ആകാശങ്ങൾക്കും എല്ലാം ഒരു അവസാനം ഉണ്ടാവും, ലോകം അവസാനിക്കുമെന്ന് പറയുന്നു. ഇത് 1450 വർഷങ്ങൾക്ക് മുമ്പ് ഖുർആൻ പറഞ്ഞതാണ്. അത് ഇപ്പോൾ 1450 വർഷം, അതായത്